ഹായ്, ഇതൊരു P30 ലൈറ്റിന്റെ മദർ ബോർഡാണ്. ഈ ഫോണിന്റെ വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, സെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൽ പെട്ടെന്ന് ഓഫായി പോയി. അങ്ങനെയാണ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ് ഈ ഒരു ഫോൺ നമുക്ക് സർവീസ് ചെയ്ത് റെഡിയാക്കാൻ കഴിയും, എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ്. ഇതിൽ നമുക്ക് ഇതിന്റെ ആംബിയർ എത്രയാണ്, അതേപോലെ തന്നെ എന്തൊക്കെ ഡീറ്റെയിൽസ്, എത്ര മില്ലി ആംബിയർ എടുക്കും, എന്തൊക്കെ കംപ്ലൈന്റ്, ഏതൊക്കെ സൈഡിലേക്ക് നമ്മൾ പോകേണ്ടതെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി ഇതിന്റെ ഫൈനൽ, അതായത് ഇപ്പോൾ ഈ സെറ്റിന് എന്ത് കണ്ടീഷൻ ഉള്ളതാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. മാത്രമല്ല ഇത് ഓൾറെഡി കുറച്ച് റിപ്പയർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇതിന്റെ ഷീൽഡും ഇതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓൾറെഡി ചെയ്ത സെറ്റാണ്. എന്നാലും നമുക്ക് നമ്മുടെ പരമാവധി, ചിലപ്പം എത്ര സമയം എടുക്കും നമുക്ക് പറയാൻ കഴിയില്ല, ചിലപ്പോൾ മാറ്റി മാറ്റി എടുക്കേണ്ടി വരും. എന്നാലും ഒരു ഇൻട്രൊഡക്ഷൻ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സെറ്റ് നമുക്ക് എങ്ങനെ റെഡിയാക്കാം, അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്യണം. ഒരു സെറ്റ് നമുക്ക് ഫസ്റ്റ് ഇതൊരു സെറ്റിന്റെ കണ്ടീഷന് മൈക്കോക്കല്ലേ, ഈ ഒരു സെറ്റിന്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, സെറ്റ് കസ്റ്റമർ കയ്യിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഫായി പോയതാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ഒരു സെറ്റ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി ചെക്ക് ചെയ്യുന്ന കേസുകൾ നിങ്ങൾക്ക് അറിയാം, ഡിസ്പ്ലേ, ബാറ്ററി, ഇങ്ങനത്തെ കേസുകളൊക്കെ നോർമലി ചെക്ക് ചെയ്യും. നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് കിട്ടി കഴിഞ്ഞാൽ അത് ഒരു ചിപ്പ് ലെവൽ സർവീസ് അല്ലെങ്കിൽ ഒരു മദർ ബോർഡ് ഒരു ആയിട്ട് റിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇതിന്റെ ഇനീഷ്യൽ റീഡിങ് എന്താണെന്ന് നമ്മൾ നോക്കണം. ഇനീഷ്യൽ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി കണക്ടറിൽ പവർ സപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്ര റീഡിങ് എടുക്കുന്നുണ്ടെന്നാണ് ആദ്യം നോക്കേണ്ടത്. ആ റീഡിങ്ങിനനുസരിച്ചാണ് നമ്മൾ എന്താണ് ഇതിന്റെ ഇഷ്യൂസ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിസൈഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ടല്ല, പവർ സപ്ലൈ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ബാറ്ററി കണക്ടറിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ റീഡിങ്, ഫസ്റ്റ് റീഡിങ് എടുക്കും. അതിന് മുന്നേ ചെക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നോർമലി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എന്നാലും ഒരു ഡെഡ് സെറ്റ് കിട്ടി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ മൾട്ടിമീറ്ററിൽ എത്ര റീഡിങ് എടുക്കും, ആ റീഡിങ് ബേസ് ചെയ്തിട്ടാണ് ഇത് പവറിന്റെ ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ കംപ്ലൈന്റ് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇതിന്റെ റീഡിങ് എടുത്ത് നോക്കുകയാണ്. ഇങ്ങോട്ട് വെച്ചോ. ഇതാണ് ഇതിന്റെ, ഓൾറെഡി ഇതൊക്കെ റിപ്പയർ ചെയ്തതാണ്. ഇതാണ് ഇതിന്റെ ബാറ്ററി കണ്ടർ. ബാറ്ററി കണ്ടർ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിന്റെ ഇൻപുട്ട് വോൾട്ട് നമ്മളെ ഇതിൽ 4 വോൾട്ട് 3 ആംപിയർ, നോർമലി 4 വോൾട്ട് 3 ആംപിയർ ആണ് ഇതിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ ബാറ്ററി കൺട്രോൾ നമ്മൾ എന്ത് ചെയ്യാൻ ജസ്റ്റ് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ബാറ്ററിന്റെ അഡാപ്റ്റർ അതിന്റെ ബൂട്ട് കേബിൾ ഒന്നും ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഗ്രൗണ്ടും അതേപോലെ തന്നെ പോസിറ്റീവ് 4 വോൾട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടിച്ച് കൊടുക്കുകയാണ്, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഒരു ഫുൾ ഷോർട്ട് ആയിട്ടുള്ള സർക്യൂട്ട് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇതിന്റെ പവർ സപ്ലൈയിൽ ഫുൾ ആംപിയർ, അതായത് ഇവിടെ എത്രയാണോ 3 ആംപിയർ കൺസ്യൂം ചെയ്യും. ഇനി അതല്ല ഷോർട്ടോ ലീക്കേജ് ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ എന്ത് എടുക്കും, 0 മാത്രമേ എടുക്കുള്ളൂ. ഒന്ന് കാണിച്ചു തരാം. അങ്ങോട്ട് വാ. ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്ത് എത്രയാണോ അത് കംപ്ലീറ്റ് എന്ത് ചെയ്യും, ഇതേപോലെ എടുക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതിന്റെ മദർ ബോർഡ് ഷോർട്ട് സർക്യൂട്ട് ആണെന്ന്. ഷോർട്ട് സർക്യൂട്ട് ലീക്കേജ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെടുക്കും, 0 എടുക്കും. നമ്മൾ എന്ത് ചെയ്തത്, അതിന്റെ മദർ ബോർഡിൽ എന്ത് കണക്ട് ചെയ്യാണ്. ഓക്കെ, കണക്ട് ചെയ്താൽ അതാണ് അതിന്റെ പോസിറ്റീവ് ലൈൻ വരുന്നത് കാണാം. കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കുന്ന റീഡിംഗ് എത്രയാണ്, 0.059. ഈ 59 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു മില്ലി ആംബിയർ, അതായത് അതിന്റെ ഫുള്ളായിട്ട് കൺസ്യൂം ചെയ്യുന്നില്ല, ഒരു മില്ലി ആംബിയർ പോസിറ്റീവിൽ നിന്ന് ചാർജ് നെഗറ്റീവിലേക്ക് യാതൊരുവിധ കാരണം കൂടാതെ ഒഴുകി പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ഒഴുകി പോകാൻ പല കാരണങ്ങളുണ്ടാവും. ഒന്നുകിൽ അതിന്റെ പവറൈസിന്റെ കംപ്ലൈന്റ് ആവാം, അല്ലെങ്കിൽ ഇതിന് കപ്പാസിറ്റർ ലീക്കേജ് ഔട്ട് ആയതാവാം, നെറ്റ്വർക്ക് ഐസ് ആവാം, എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഇനീഷ്യൽ കംപ്ലൈന്റ് അതാണ്. കാരണം പവർ ബട്ടൺ നിൽക്കാതെ തന്നെ ഡയറക്റ്റ് ഒരു 59 എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നം ആ മദർ ബോർഡ് ഉണ്ട്. അതൊരു ഷോർട്ട് സർക്യൂട്ട് ആവാനാണ് 99%, 100% ചാൻസ്. അല്ലെങ്കിൽ വാട്ടർ ഡാമേജ് പോലത്തെ ഡിവൈസുകളുടെ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായിട്ടുണ്ടാവും, ഈ ഒരു വാട്ടർ ഡാമേജിന്റെ ഇൻഫെക്ഷൻ ഉണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും റിപ്പയർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റിപ്പയർ ചെയ്ത ഡിവൈസ് ആണ്. അപ്പൊ അത് കാരണം എന്തെങ്കിലും ബോൾസുകൾ തമ്മിൽ ഉള്ളിൽ ഷോർട്ടായിട്ട് അതിക്കൂടെ കറണ്ട് പാസ് ചെയ്യുന്നതാവും എന്തോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അത് എങ്ങനെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പരിഹരിക്കണം. അപ്പൊ അതിന്റെ ഇതിലേക്ക് പോവാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ട് 59 എന്നുള്ള ഒരു നമ്പർ കിട്ടി. ഇനി അത് എന്താണെന്നുള്ള നമുക്ക് എന്ത് ചെയ്യണം, കണ്ടെത്തണം. ആ 59 എന്തുകൊണ്ട് വന്നു, എവിടെയാണ് ആ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ഡ്രോപ്പ് ആവുന്നത്, നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ടും പൾസപ്പിട്ട് കണ്ടെത്തണം. ഇനി അതാണ് അടുത്ത സ്റ്റേജ്. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളത് കുറെ ചെക്ക് ചെയ്തപ്പോൾ യാദൃശികമായിട്ട് ഒരു സംഭവം നമ്മൾ കണ്ടെത്തി. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇതൊരു റിപ്പയർ ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഷീൽഡ് കാര്യങ്ങളൊക്കെ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അവരെന്തൊക്കെ ചെറിയ വർക്കുകൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കാരണത്താൽ ടെമ്പറേച്ചർ കൂടിയത് കാരണം ഇവിടെ കണ്ട ബോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണുന്നുണ്ട്, ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടോ. അതായത് ശരിക്കും എന്താണ്, ലെഡ് ഉള്ളിലുള്ള ബോള് എന്തെങ്കിലും എന്താ പറയുക ഹീറ്റ്
അടിക്കുന്ന സമയത്ത് പ്രഷർ താങ്ങാൻ വയ്യാതെ എന്താണ് ബോൾ തെറിച്ച് വരുന്നൊരു സംഭവം ഉണ്ട്. അപ്പൊ അങ്ങനെ ഇവിടെ ഉണ്ട് 1, 2, 3, 4 ഇങ്ങോട്ടല്ലേ ഈ സൈഡിലാ ഇവിടെ ഉണ്ട് 5 ഇങ്ങനെ സി പി യുവിന്റെ സൈഡിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ബോള് തെറിച്ചിട്ടുണ്ട്. അപ്പൊ ആ ബോൾ തെറിച്ച സ്ഥിതിക്ക് പിന്നെ നമ്മൾ തുടക്കത്തിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തെങ്കിലും ലെഡ് തമ്മിൽ ഷോർട്ട് ആവുന്ന കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഈ റീഡിങ് വരും. അപ്പൊ സംഭവിച്ചിട്ടുള്ള എന്താണ് ഇതിന്റെ അകത്ത് പ്രഷർ കൂടിയത് കാരണം എന്ത് സംഭവിച്ചിട്ടുണ്ടാവും ബോളുകളാണ് കൊണ്ടും ഷോർട്ട് ആയിട്ടുണ്ടാവും. അങ്ങനെ ബോൾ തെറിച്ച തടസ്സങ്ങൾ കണ്ടത്. അപ്പൊ ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല. ആദ്യം എന്ത് ചെയ്യണം ഇതിന്റെ പ്രശ്നം ഈ പ്രോബ്ലം ആദ്യം സോൾവ് ചെയ്യണം. എന്താണ് ഈ ബോൾ തെറിച്ചതിന് കാരണം എന്താ സി പി യുക്ക് ഓവർ ഹീറ്റ് ആയിട്ട് ബോൾ തെറിച്ചു. അപ്പൊ എന്ത് ചെയ്യണം സി പി യു നമ്മൾ എടുത്ത് റീബോൾ ചെയ്ത് ഫിക്സ് ആക്കി അത് ആദ്യം ക്ലിയർ ആക്കിയിട്ട് പോകണം ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ സി പി യു ആണെങ്കിൽ സി പി യു എം സി എന്തിന്റെ ഉള്ളിൽ നിന്നാണോ ഈ ആ ബോൾ തെറിച്ചിട്ടുള്ളത് നമ്മൾ നോക്കിയതിന് ശേഷം അത് രണ്ടും റീബോൾ ചെയ്തിട്ട് അത് ആദ്യം സെറ്റ് ആക്കണം. അത് സെറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ കഴിയുള്ളൂ. കാരണം ഇതിനെ കൊണ്ട് എന്ത് വരും ആ ഒരു പ്രശ്നം വരും. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കിയേക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്ന അതിന്റെ ഷീൽഡ് എന്ത് ചെയ്യണേ ഓൾറെഡി കുറച്ച് ബാലൻസ് ഉണ്ട് അത് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിന്റെ ഗമ്മ് ഫുള്ളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും അതിന്റെ കപ്പാസിറ്റർ റെസ്റ്ററൊക്കെ അതിന്റെ കൂടെ ഒപ്പം സി പി യു പൊക്കുന്ന സമയത്ത് പോരും. അപ്പോൾ അത് നമുക്ക് റിസ്ക് വെക്കാൻ ഭയങ്കര റിസ്ക് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം അങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗമ്മ് കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്യാൻ നമുക്ക് എത്ര ഡിഗ്രി എടുത്താൽ മതി ഒരു 230 ഡിഗ്രി ഒക്കെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഗമ്മ് കട്ട് ചെയ്തെടുക്കാം. എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അത് സൈഡിൽ നിന്ന് മെല്ലെ പൊക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഇതിൻ്റെ ആദ്യം ഈ പ്രൊസീജിയേഴ്സൊക്കെ ഒന്ന് കഴിയട്ടെ. ഇപ്പോൾ നമ്മുടെ ചിപ്പ് അതായത് മെയിൻ സോക്ക് അതായത് സി പി റിമൂവ് ചെയ്യണം. ഏകദേശം 360-65 നമ്മൾ ഈ ഇതിൽ നമ്മൾ സാധാരണ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാറുള്ളത്. സെറ്റ് ചെയ്തിട്ടാണ് നമ്മളത് ഊരുന്നത്. അപ്പോൾ അങ്ങനെ ഊരുമ്പോൾ എന്ത് ചെയ്യണം ആൻറ്റി ക്ലോക്ക് വൈസും ബ്ലോവർ എന്ത് ചെയ്യണം ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത് ഹീറ്റ് പിടിക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ അത് ബോർഡ് ബൾജാവും. ഞാൻ എൻ്റെ സൗകര്യത്തിനെടുത്തോ. നമ്മൾ എന്ത് ചെയ്യണം ഏറ്റവും സേഫായ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇത് സി പി യു എന്ത് ചെയ്യുക ഇളക്കിയിട്ട് അതായത് ഏകദേശം ഒരു 360-65 സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ത് ചെയ്യുക ആ ടെമ്പറേച്ചറിൽ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസിലും പിടിച്ചിട്ട് എന്ത് ചെയ്യുക എല്ലായിടത്തും ലെഡ് മെൽറ്റായി എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക അതിൻ്റെ സൈഡിലായിട്ട് എന്താ ബോൾസ് ഉണ്ടത്തിരിക്ക് കണ്ടില്ലേ ബോൾസ് ഇവിടെ ഇങ്ങനെ പോകുന്നിപ്പോൾ മെല്ലെ പോകുന്നു. അപ്പോൾ ഈ പോകുന്ന കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് എല്ലാ ഭാഗത്തും എന്തായിട്ടുണ്ട് ഹീറ്റ് എത്തിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ബ്ലോവറിൻ്റെ ആ ഒരു ഷെയ്ക്കിങ് നിർത്താൻ പാടില്ല. നിർത്താതെ തന്നെ എന്ത് വേണം അത് ഉള്ളിലേക്ക് മെല്ലെ തിക്കി കൊടുക്കണം. തിക്കി കൊടുത്തിട്ടാണ് ഇത് പൊക്കേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് പോകും പ്രിന്റ് കംപ്ലീറ്റ് ഡാമേജ് ആവും. അതിപ്പോൾ പൊക്കി നമുക്ക് ഒറ്റ പ്രിന്റും എന്തായിട്ടില്ല ഡാമേജ് ആയിട്ടില്ല കംപ്ലീറ്റ് അതിമ്പോൾ തന്നെ ഉണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടത് ഇതിന്മേൽ ബ്ലാക്ക് ഗമ്മുണ്ട് അതേപോലെ തന്നെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിമുണ്ട്. ഇത് ഊരിക ഈ സി പി മാറ്റിക്കുക അതിമൊന്ന് ഇതാണ് അതിൻ്റെ എന്ത് ഇത് മറ്റേ പ്രിന്റ് എന്തായിട്ടില്ല ഡാമേജ് ആയിട്ട് ഇൻ കേസ് ഏതെങ്കിലും പ്രിന്റ് പോയിട്ടെങ്കിൽ നോ കണക്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അഥവാ 1-2 പോയിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് മൈക്രോ ജമ്പർ ചെയ്തിട്ട് എന്ത് ചെയ്യുക സോൾവ് ചെയ്യുക. ഇതിന് അങ്ങനെ മെയിനായിട്ട് പ്രിന്റോ കാര്യങ്ങളോ എന്തായിട്ടില്ല പോയിട്ടില്ല. അപ്പം നമ്മൾ സി പി പൊക്കുന്ന അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360-65 എയറിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതേപോലെ നിങ്ങളും ചെയ്യുക. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് ഒരേ ഹാൻഡിൽ മാത്രം പിടിച്ചിട്ട് എന്ത് ചെയ്യരുത് ഇങ്ങനെ പിടിച്ചിട്ട് മാത്രം നിൽക്കരുത്. എപ്പോഴും ഒരു ആൻറ്റി ക്ലോക്ക് വൈസും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ സി പി യു റിമൂവ് ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ആ ഷോർട്ട് സർക്യൂട്ട് കാര്യങ്ങളൊക്കെ പോയിക്കണം. നമ്മൾ എന്ത് ചെയ്യണം മദർ ബോർഡും ചെക്ക് ചെയ്ത് വെക്കണം. അതിന് മുന്നേ എന്ത് ചെയ്യണം ഇതിന് ഗമ്മ് ക്ലീൻ ചെയ്യാനുണ്ട്. ഇത് വിക്കിട്ട് വലിച്ച് ഫുള്ള് ക്ലീൻ ആക്കി ഫുള്ള് സെറ്റാക്കി കൊണ്ടുവരാണ്ട് അതിൻ്റെ വർക്കും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ വാ റിമൂവ് ചെയ്താണ് അതിലേക്ക് ഫ്ലെക്സ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഗമ്മും കാര്യങ്ങളും ക്ലീൻ ചെയ്തെടുക്കുക ഫുള്ള് സെറ്റാക്കുക വലിക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ കണ്ടില്ലേ ഇത് ഫുള്ളായിട്ട് എന്താണ് അതിൻ്റെ ഒരു ബ്ലാക്ക് ഗമ്മാണ്. ആ ബ്ലാക്ക് ഗം എന്ത് ചെയ്യണം മുഴുവനായിട്ട് ഒഴിവാക്കി കളഞ്ഞ് അത് ഫുള്ള് ഫിനിഷാക്കി വെക്കണം. അങ്ങനെ ഫിനിഷാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ മേലേക്ക് സി പി റീബോൾ ചെയ്ത് ഇടാൻ കഴിയുള്ളൂ. അപ്പോൾ അത് ചെയ്യുന്ന വർക്കിലാണ്. ഇത് ഏകദേശം ടോട്ടൽ ഒരു അരമണിക്കൂർ ടൈം വേണ്ടി വരും ഇത് മൊത്തം ക്ലീൻ ചെയ്ത് ഇടാനൊക്കെ പണി. നമ്മുടെ ഹാൻഡ് സ്കില്ലും നമ്മുടെ എക്സ്പീരിയൻസും പിന്നെ കസ്റ്റമർ വരുന്നില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. മറ്റേത് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ എന്ത് ചെയ്യുന്ന സമയത്ത് മാക്സിമം കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുക ഈ ഒരു വർക്കിലേക്ക് മാത്രം കൊടുക്കുക. പ്രിന്റ് പോവാതെ ഡാമേജ് ആവാതെ മാക്സിമം ഒന്ന് ഫോക്കസ് ചെയ്താ ഓക്കെ മതി. ചെയ്യാതെ സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ
എന്ത് ചെയ്യുക, വൃത്തിക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ആ ഒരു പ്രൊസീജിയർ. ഒന്നും വലിയ സംഭവമൊന്നുമല്ല, ഒന്ന് മെനക്കെട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. മെല്ലെ ഓവർ പ്രഷർ കൊടുക്കാതെ മെല്ലെ എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തെടുക്കുക. എന്നാൽ സംഗതി ഉഷാറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ എടുക്കാൻ പറ്റും. നമുക്ക് ഏതായാലും ഈ വർക്ക് കഴിഞ്ഞോട്ടെ. ഇത് ഫുള്ളായിട്ട് നമ്മൾ എന്തെങ്കിലും ഷൂട്ട് ചെയ്യുന്നില്ല. ഇനി അത് ഫുള്ള് ക്ലീൻ ചെയ്ത് CPU കാര്യങ്ങളൊക്കെ റീബോൾ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ള നമുക്ക് എന്ത് ചെയ്യുക, നോക്കി നോക്കുക. അതിൻ്റെ ശേഷം എങ്ങനെ ഇത് പരിഹരിക്കുക എന്നുള്ളതും. ഇന്നലെ പറഞ്ഞ P30 ലൈറ്റിൻ്റെ സെറ്റ് നമ്മളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഇന്നലെ അതിന്മേൽ കുറേ വർക്ക് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ അതിൻ്റെ ഓൾറെഡി ഇന്നലെ പറഞ്ഞു അതിൻ്റെ CPU റീബോൾ ചെയ്യേണ്ട ആവശ്യം വന്നിരുന്നു. അത് റീബോൾ ചെയ്തു. അതേപോലെ തന്നിട്ട് ആ ഒരു 0.59 എന്നുള്ള മില്ലി ആമ്പറിൽ സ്റ്റെക്കായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ PA ഊരി അതൊക്കെ ഇന്നലെ കണ്ടതാണ്. പക്ഷേ ഇത് ഓൾറെഡി റിപ്പയർ ചെയ്തുകൊണ്ട് നമുക്കത് എവിടുന്ന് കറക്റ്റായിട്ട് തുടങ്ങുന്നൊരു പ്രശ്നം ഓൾറെഡി ഉണ്ടാവും. കാരണം ഓൾറെഡി CPU ഉള്ളിൽ നിന്ന് ബോൾ തെറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതേപോലെ മറ്റുള്ള ചിപ്പുകളിൽ നിന്ന് ബോൾ തെറിച്ചതാവോ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ അറിയില്ലല്ലോ. കാരണം ഇന്റേണലി ഷോർട്ടിൽ നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ ചെയ്ത മാർഗ്ഗം ഓൾറെഡി എന്തില്ല, ഹീറ്റ് കാര്യങ്ങളൊന്നും ഓൾറെഡി മദർ ബോർഡിനകത്ത് വരുന്നില്ല. പിന്നെ നമുക്ക് ചെയ്യാനുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലൈനത്തെ കപ്പാസിറ്ററും ചെക്ക് ചെയ്യുന്നില്ല. അത് ഓരോ നമ്മൾ ചെക്ക് ചെയ്തു അതിലൊരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ടുള്ള ഒരു ലൈന് പോലെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയ മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ആയിട്ട് പോകുന്ന ഇൻപുട്ട് വോൾട്ടേജ്, അതായത് ഒന്നുകിൽ VBAT ഡയറക്റ്റ് പോകുന്ന ലൈനിലുള്ള കമ്പൗണ്ട് നമുക്ക് റിമൂവ് ചെയ്ത് വെച്ച് നോക്കുക. അപ്പോൾ ഇതിലുള്ളത് VBAT നിന്ന് ഡയറക്റ്റ് പോകുന്നത് ഒറ്റ P, അതായത് ഈ ഒരു PAക്ക് മാത്രമേ ഡയറക്റ്റ് VBAT നിന്ന് എന്ത് ചെയ്യുന്നുള്ളൂ, പോകുന്നുള്ളൂ. ഈ ഒരു PAക്ക് VBAT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാറ്ററി കൺട്രോൾ നിന്ന് ഡയറക്റ്റ് പോകുന്നത് ഈ ഒരു ലൈനിലേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്ത് വെച്ച് നോക്കി. പിന്നെ അതിൻ്റെ ചാർജിങ് ഐസി റിമൂവ് ചെയ്തു. പക്ഷെ അപ്പോഴും ആ ഒരു 59 എന്ന് പറയുന്നത് അവിടെ തന്നെ സ്റ്റെക്കായി നിൽക്കുകയാണ്. കാരണം ഒറ്റ ലൈനും പോലും നമുക്ക് എന്തില്ല, കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ഇൻപുട്ട് വോൾട്ടേജ് പോകുന്ന, അതായത് VPH VCST അല്ല എന്നുണ്ടെങ്കിൽ VBAT പോകുന്ന മേജർ പാർട്സ് എന്താണോ ഡയറക്റ്റ് പോകുന്നത് അത് റിമൂവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പവർ ഐസി ആദ്യം റിമൂവ് ചെയ്തു. പിന്നെ ചാർജിങ് ഐസി ഓൾറെഡി റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി. അതിന് ശേഷം എന്നിട്ടും സെയിം അവസ്ഥ തന്നെയാണ്. അങ്ങനെയല്ല, നമ്മൾ പിന്നെ റിമൂവ് ചെയ്ത 2 ചിപ്പുകളാണ് ഇത് രണ്ടും. ഈ 2 ചിപ്പാണ് നമ്മൾ റിമൂവ് ചെയ്തത്. ഇതും അതേപോലെ തന്നെ ഈ ഒരു IC. അങ്ങനെ ഇത് റിമൂവ് ചെയ്തപ്പോഴാണ് ആ 0.59 എന്ന് പറയുന്ന ആ ഒരു എന്ത് പോയത്, ആ ഒരു ലീക്കേജ് ആയിട്ടുള്ള ഒരു 59 മില്ലി ആമ്പിയർ ഡയറക്റ്റ് എടുക്കുന്ന ആ ഒരു ലീക്കേജ് ഷോർട്ട് അവിടെ നിന്ന് റിമൂവ് ആയത്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒന്നെങ്കിൽ ആ ഒരു മുമ്പ് എന്തെങ്കിലും കാരണം കൊണ്ട് റിപ്പയർ ചെയ്തപ്പോൾ എന്തായിട്ടുണ്ടാവും, അത് ഇന്റേണലി ഷോർട്ട് സർക്യൂട്ട് ആയിട്ടുണ്ടാവും. ഓൾറെഡി CPU-നകത്തുനിന്ന് ബോൾ തെറിച്ചിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ആ ചിപ്പ് ഇന്റേണലി ഷോർട്ട് സർക്യൂട്ട് ആയിട്ടുണ്ടാവും. ഈ 2 കാരണമാണ് ഇതിനകത്ത് നമുക്ക് വ്യക്തമായത്. ഒന്നെങ്കിൽ അവർ എന്തെങ്കിലും കാരണം കൊണ്ട് ഷോർട്ട് സർക്യൂട്ട് ആവുക, അല്ലെങ്കിൽ ചാർജിലിട്ട് വെച്ച സമയത്ത് ഓരോ വോൾട്ടേജ് കയറിയുണ്ടോ ആയിക്കോട്ടെ, ഐ ഡോണ്ട് നോ. പക്ഷെ അതുകൊണ്ടായിരിക്കാം ആ ഒരു ഇന്റേണലി ആ ഒരു ചിപ്പ് എന്തായിട്ടുണ്ടാവും, ഷോർട്ട് സർക്യൂട്ട് ആയി പോയത്. അതുകൊണ്ടാണ് ഇന്റേണലി ഷോർട്ട് സർക്യൂട്ട് ആയതുകൊണ്ടായിരിക്കാം ഡയറക്റ്റ് നമുക്ക് പെട്ടെന്ന് പ്രത്യക്ഷത്തിലൊരു 0 ohms വരുന്ന ഒരു, അല്ലെങ്കിൽ ഇമ്പിഡൻസ് വളരെ കുറഞ്ഞ ഒരു ഷോർട്ട് സർക്യൂട്ട് നമുക്ക് കപ്പാസിറ്ററിന്റെ മേലെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണാതിരുന്നത്. എന്തായാലും ഇതെന്തായിട്ടുണ്ട്, ആ ഒരു ചിപ്പ് റിമൂവ് ചെയ്തു, ബാക്കിയെല്ലാം അതിന്മേൽ റീപ്ലേസ് ചെയ്ത് വെച്ചു. ഇതിനകത്ത് ഇപ്പോൾ PA മാത്രം ഇട്ടിട്ടില്ല. ബാക്കിയുള്ള പവർ ഐസി, CPU, ബാക്കിയുള്ള എല്ലാ സംഗതികളും അതേപോലെ തന്നെ ഇതിലേക്ക് റീപ്ലേസ് ചെയ്ത് വെച്ചു. നമുക്ക് സെറ്റ് ഫുള്ളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഓണായി വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്താൽ ഒന്ന് നോക്കാം. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രീവിയസ് ആയിട്ട് റിപ്പയർ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ കയ്യിൽ നിന്നുണ്ടാക്കിയ ആ ഒരു പ്രശ്നം നമ്മൾ എന്ത് ചെയ്യണം, ഓൾറെഡി നമ്മൾ പരിഹരിക്കണം. അത് ഡീലേഴ്സ് വർക്ക് എടുക്കുന്ന ടെക്നീഷ്യന്മാർക്ക് ആ ഒരു ബുദ്ധിമുട്ട്. ഇപ്പോൾ നമ്മുടെ ഡിവൈസ് ഓണായി വന്നിട്ടുണ്ട്. ഇപ്പം കാണാൻ പറ്റും കസ്റ്റമർ പാസ്വേഡ് എമർജൻസി കോൾ കഴിക്കാനുള്ള ഓപ്ഷൻസ് വന്ന് ഫുള്ള് സെറ്റായിട്ടുണ്ട്. അപ്പോൾ പാസ്വേഡ് നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പവർ സപ്ലൈയിൽ കാണിക്കുന്ന റീഡിംഗ് ഉണ്ടല്ലോ, നോർമലി ഏതൊരു ഫോണാണെന്നുണ്ടെങ്കിലും 00 ആണ് കാണിക്കുന്നത് എങ്കിൽ ഒന്നെങ്കിൽ ഫോണിന്റെ കണ്ടീഷൻ നോർമലാണ്, എന്തെങ്കിലും ലോജിക്കൽ പരമായിട്ടൊരു കംപ്ലൈന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ EMMC അങ്ങനെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ആയിരിക്കാം. അതായത് ഡയറക്റ്റ്, അതായത് ഇന്റേണലി ഷോർട്ട് സർക്യൂട്ട് ഒന്നും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഓപ്പൺ ആണോ EMMC CPU എന്നുള്ളതല്ല. ഡയറക്റ്റ് ഓൺ ആക്കുന്ന സമയത്ത് 00 ആണെന്നുണ്ടെങ്കിൽ ഓൺ ആക്കണമല്ല, ജസ്റ്റ് നമ്മൾ ഈ ഒരു ബൂട്ട് കേബിൾ കൊടുക്കുന്ന സമയത്ത്, ഇത് കൊടുക്കുന്ന സമയത്ത് ഡയറക്റ്റ് എടുക്കുന്ന റീഡിംഗ് ആണ് എന്നുണ്ടെങ്കിൽ അത് ഇന്റേണലി ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും.
അതല്ല ഡയറക്റ്റ് ഫുൾ ആംബിയർ കൺസ്യൂം ചെയ്യണമെങ്കിൽ ഇതൊരു ഫുൾ ഷോട്ട് ആണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രം എന്ത് ചെയ്യുമ്പോൾ നമുക്ക് ഫോൺ നമുക്ക് ഒരു പവർ സപ്ലൈ നോക്കിയിട്ടുള്ള ആ റീഡിങ്ങിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ കേസിൽ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് 59 ആണ്. ആ 59 അർത്ഥം എന്താണ്, അതിലൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു അതായത് പവർ ബട്ടൺ നിൽക്കാതെ തന്നെ എടുക്കുന്നത് കൊണ്ട് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ട് വരാനുള്ള കാരണം എന്താ നമ്മൾ 1 by 1 ചെക്ക് ചെയ്തപ്പോഴാണ് CPU ഇഷ്യൂസ് കാര്യങ്ങൾ കിട്ടിയത്. അങ്ങനെ 1 by 1 ചിപ്പ് ഊരേണ്ട കേസ് വന്നു. ആ ഒരു ഐസി നമ്മൾ റിമൂവ് ചെയ്തപ്പോൾ എന്തായി, സെറ്റ് ഓണായി ഫുൾ പക്കായിട്ട് വർക്കിംഗ് ആയി. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ. അപ്പോൾ എപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് കറണ്ട്, വോൾട്ടേജ്, ഇതുമായി ബന്ധപ്പെട്ട ഇമ്പഡൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വെച്ചിട്ടുള്ള നല്ല രീതിയിൽ അറിവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പവർ സപ്ലൈ വെച്ചിട്ടും മൾട്ടിമീറ്റർ വെച്ചിട്ടും അതിൽ എന്തെങ്കിലും ടൂൾസ് വെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള വോൾട്ടേജ്, കറണ്ട്, ആംബിയർ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിവുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു.